ഹെലൻ ഓഫ് സ്പാർട്ടയും കേരള പോലീസും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം. അവർ റോഡിന് നടുക്ക് വണ്ടി നിർത്തിയിട്ട് അത് ഒന്നും രണ്ടും പറഞ്ഞ് തീർത്ത് കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി അവരുടെ ഭാഗത്താണ് തെറ്റെന്ന്. അവസാനം പോലീസുകാർ ഹെലൻ ഓഫ് സ്പാർട്ടയോട് മാപ്പ് പറഞ്ഞ്, മോളെ ചക്കരെ പൊക്കോ, ഞങ്ങളുടെ ഭാഗത്തായിരുന്ന തെറ്റ്, നാളെ മുതൽ രാവിലെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നീ സ്റ്റേഷനിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് തോന്നുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഇന്നത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ വാർത്ത ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വേണ്ടാന്ന്. പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയണമല്ലോ എന്ന്. അത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. എനിക്കൊരു സംശയം, കഴിഞ്ഞ ദിവസം കല്യാണിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലൻ വന്നല്ലോ. ചിലപ്പം എല്ലാം ഒരു നിമിത്തമായിരിക്കും എന്നേ. കല്യാണിക്ക് ഹെലനോട് തിരിച്ച് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം, അതായത് ഒന്ന് രണ്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി, മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നാണ് ഹെലൻ ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെയാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം പോലീസുകാർക്ക് തെറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ MPD വല്ലതും വന്നായിരുന്നോ രക്ഷപ്പെടുത്താൻ? കാരണം ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം എന്നാണല്ലോ പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ജഗാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഡ്വൈസായിട്ടും ഭയങ്കര വളവളാന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില റൂൾസും അല്ലെങ്കിൽ ചില ബേസിക് ആയിട്ടുള്ള മര്യാദകളും ഒന്നും അറിയില്ലേ എന്നുള്ള കാര്യം ഓർത്തപ്പോൾ എനിക്ക് അത്ഭുതം വന്നുപോയി. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ തെറ്റിനെയാണ് ഇന്നലെ വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ട് വളവള മെഴുകി പറയുന്നത് കേട്ടത്. അതായത് ഇങ്ങനെയാണ് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞാനൊരു ബിയർ അടിച്ചു പോയി, ഐ എം റിയലി സോറി, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണത് എന്ന് പറഞ്ഞ് ഈ കുട്ടി ഈ ഒരു കാര്യത്തെ വളരെയായിട്ട് ഇങ്ങനെ സാധൂകരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഏതെങ്കിലും വളവിലൊക്കെ ഒളിച്ചും പാത്തും നിന്നിട്ടായിരിക്കും രാത്രി ഈ ഊതാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അത് ഇവർക്ക് ഈ പൈസ കിട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കും എന്നുള്ള ഒരു ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അതിനെ അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര വലിയൊരു തെറ്റ് താൻ ചെയ്തിട്ട്, അതായത് ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും തെറ്റുകൾ കണ്ട്, ഉദാഹരണത്തിന് ജാസി, എനിക്ക് അത്ഭുതം വരിക, ജാസി ഇതിലും വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? മദ്യപിച്ച് റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുകയോ മദ്യപിച്ച് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? റോഡിൻ്റെ നടുക്ക് കൊണ്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. പിന്നെ ഈ നാഴിക്ക് 40 വട്ടം എന്നോണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പനിയുടെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ജാസിയെ വന്ന് വലിച്ചു കീറി ഒട്ടിക്കുന്നത് കാണാമായിരുന്നു. ഞാൻ ജാസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളും അല്ല, ഹെലനെ സപ്പോർട്ട് ചെയ്യുന്ന ആളും അല്ല. പക്ഷേ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ, അതായത് ഒരു സാധാരണക്കാരിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഇതിലും വലിയ എന്ത് തെറ്റായിരുന്നു ജാസി ചെയ്തത്? അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്ര വലിയ ഒരു തെറ്റ്, അതായത് അങ്ങ് ഭയങ്കര ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ മർഡർ കേസ് പോലുള്ളതൊന്നും അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ പൗരധർമ്മത്തോടു കൂടി സംസാരിക്കുന്ന ഹെലൻ ഓഫ് സ്പാർട്ട ഈ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു തെറ്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും എനിക്ക് ഭയങ്കര ഒരു പുച്ഛമല്ല, എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന് എതിരെ നമ്മൾ ചെയ്ത വീഡിയോ, അതായത് ആ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട ഓടി വന്നിട്ട് പറയുകയാണ് ഇവർക്ക് കുശുമ്പ് കൊണ്ടാണെന്ന്. അതായത് അതിൽ ഇരയാകാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇരയാകപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇവരുടെ വീഡിയോ കാണരുതെന്നല്ല നമ്മൾ പറഞ്ഞത്, ആ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ളൊരു നല്ല സന്ദേശം നമ്മൾ കൊടുത്തപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്ന്, അതായത് ഇവർ പറയുന്ന ചുമ്മാ ഇവർക്ക് പ്രൊമോഷൻ കിട്ടാത്തതിനെ കുശുമ്പ് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ, അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നുള്ളൊരു നിയമം നമുക്ക് എഴുതി വെച്ച് ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അത് പാലിക്കാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് അതേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അതിനെ സാധൂകരിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വീണ്ടും എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. തെറ്റിനെ ശരിയെന്ന് വളച്ചൊടിക്കാൻ പാകത്തിന് ഹെലനും ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അറിയാം. ആ ഒരു കോൺഫിഡൻസ് ഹെലനും നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എനിക്കുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് ഞാൻ പറയുന്ന മണ്ടത്തരമൊക്കെ ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്കാരത്തേക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. തെറ്റിനെ ശരിയാക്കാനും ശരിയെ തെറ്റാക്കാനും ഉള്ള പ്രത്യേക കഴിവ്, അത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരുപാട് ചെറുപ്പക്കാർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട്, അതായത് മദ്യപിച്ച് ഇന്നലെ ഹെലൻ ഓഫ് സ്പാർട്ട എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 18-19 വയസ്സുള്ള ചെറുക്കന്മാരാണെങ്കിലും പെൺകുട്ടികളൊക്കെ ആണെങ്കിലും വിചാരിക്കും, മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ, മോളെ
മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമോ? ഹെലൻ അവിടെ പറയുന്നത് പോലീസുകാരൻ്റെ അടുത്ത് മോളെ നീ പോയിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കുന്ന എല്ലാവരോടും കേരള പോലീസാണോ MVD ആണോ അവരൊക്കെയോ മോളേന്നും മോനേന്നും ചക്കരേന്നും വിളിച്ച് സംസാരിക്കാവോ? അല്ലാതെ ചില ആളുകളെ മോളേന്ന് വിളിച്ചിട്ട് ചില ഇങ്ങോട്ട് മാറിയിക്കടാ നീ എന്ത് കാര്യത്തിനാടാ എന്തിനാണോ നീ കുടിച്ചത് എന്നൊന്നും ചോദിക്കാൻ പാടില്ല. എല്ലാവരെയും ആ ഒരു ചക്കരയും മോളെ പഞ്ചാര എന്നുള്ളൊരു വിളിച്ചിരിക്കണം. കാരണം നമ്മളെല്ലാവരും പൗരന്മാരാണ്. നമുക്ക് കിട്ടേണ്ട പ്രിവിലേജസ് ആണെങ്കിലും നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് ആണെങ്കിലും എല്ലാം ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഹെൽനോസ് പാർട്ടി ആയതുകൊണ്ട് മോളെ എന്ന് വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ സാധൂകരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന മണ്ടത്തരങ്ങൾ കേട്ട് വീണ്ടും നിങ്ങൾ ചെയ്ത തെറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു എനർജി ബൂസ്റ്ററാണ് നിങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ അങ്ങോട്ട് പറയാം. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിന് കളങ്കം പറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ തെറ്റിനെ ശരിയാക്കുക. 90 വയസ്സുള്ള ആളുകളെ പോലും അഡ്വൈസ് ചെയ്ത് ശരിയാക്കാൻ പാകത്തിനുള്ള ഒരു പക്വതയും ബോധവും ഒക്കെ ഉള്ള ഒരാളാണല്ലോ ഹെൽനോസ് പാർട്ട. അപ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക്, ഞാൻ ഇതിനെ വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരാളും ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത നിയമങ്ങളിൽ ഒന്നാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത്. അതിന് താനത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് ആളുകളിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക, ബോധമതികളാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ചെയ്ത ആ ഒരു വലിയ തെറ്റിനെ വളരെ സാധൂകരിച്ച് ലഘൂകരിച്ച് ഗൈസ് ഞാനൊരു ബിയർ കുടിച്ചു, അത് സത്യമാണ്, ഐ ആം റിയലി സോറി എന്ന് പറയുമ്പോൾ ഇതിലും വലിയ എന്ത് തെറ്റാണ് ജാസി പോലുള്ളവർ ചെയ്തതെന്നും ബിയർ ഓടിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പോലീസുകാരെല്ലാം വഴിയിൽ പിടിച്ചു നിർത്തി മോളേനും ചക്കരയും എന്നൊക്കെ വിളിച്ച് ഉപദേശിച്ച് വിടുകയേ ഉള്ളൂ എന്നും ഉള്ളൊരു ചിന്ത സാധാരണക്കാരുടെ ഇടയിലേക്ക്, എസ്പെഷ്യലി ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക്, 18-19 വയസ്സുള്ള ചെറിയ കുട്ടികളുടെയൊക്കെ ഇടയിലേക്ക് അത് ചെന്ന് കയറും. ഇപ്പം EV ആണെങ്കിൽ പോലും, ഇലക്ട്രിക് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരൊരു ബിയർ അടിച്ചിട്ട് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമായിരിക്കും, പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തും. അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിലും അതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ ആഴം, ഡെപ്ത് എന്തെന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമാണല്ലോ ഹെൽനോസ് പാർട്ട ഇത്രയും നാളും ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും, ഭിത്തിയിൽ ഒട്ടിക്കും, മതിലയിൽ ഒട്ടിക്കും എന്നുള്ളൊരു രീതി ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വിചാരം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, പാവം ചെറിയ കുട്ടിയല്ലേ, അബദ്ധം പറ്റാത്ത ആർക്കാണ് എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ആ ഒരു മെഴുകൽ വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടി ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും സൊസൈറ്റിയിലുള്ള ആളുകൾ ചെയ്യരുത് എന്നുള്ള കാര്യത്തെ വളരെ സാധൂകരിച്ചും അതായത് പല രീതിയിൽ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ പുള്ളിക്കാരത്തേക്ക് പറ്റും. അത് നമുക്കാണെങ്കിലും പറ്റും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തെക്കുറിച്ചും അനർഘ നിർഗളം സംസാരിക്കാൻ, അതായത് വാക്കുകൾ ഇങ്ങനെ ഹെൽനോസ് പാർട്ടയുടെ നാവിൽ തത്തിക്കളിക്കും. അത് നല്ലൊരു കഴിവാണ് ആ കുട്ടിക്ക്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കഴിവാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതെ ഇരിക്കുക. കാരണം ഇന്നലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ കേൾക്കുന്ന 17, 18, 19 വയസ്സുള്ള ഏതൊരു കുട്ടികളും മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെയും ചക്കരയും മോളെയും പഞ്ചാരയും എന്നൊക്കെ വിളിക്കത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതേണ്ട ആ ചേച്ചിയുടെ വണ്ടി ആ ചേച്ചിയുടെ കയ്യിലുണ്ട്. ആ ചേച്ചി പറയുന്ന ഒരു ബിയർ അല്ലേ കഴിച്ചുള്ളൂ. മദ്യം കുടിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു ആഴത്തോടു കൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കടമ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗര എന്ന നിലയിൽ ധന്യയ്ക്കുണ്ട്. ധന്യ എന്ന ഹെൽനോസ് പാർട്ടയ്ക്കുണ്ട്. അത് ഇന്നലെ അവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? കാരണം ആ ഒരു തെറ്റിനെ വളരെ സാധൂകരിച്ച്, അപ്പോൾ ഇങ്ങനെ സാധൂകരിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും MVD വല്ലതും വന്നായിരുന്നു രക്ഷിക്കാൻ. കാരണം കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞില്ലല്ലോ കല്യാണി രക്ഷിക്കാൻ വന്നിട്ട്. അപ്പോൾ കല്യാണിക്ക് സ്നേഹം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തായിരുന്നോ? കല്യാണി MVD വല്ലതും വിട്ടായിരുന്നോ? അപ്പം ഈ കല്യാണി ഇങ്ങനെ ചെയ്യുന്ന ആൾ അല്ല എന്ന് നമുക്കറിയാം, ഹെൽനോസ് പാർട്ടിയും അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്നറിയാം. പക്ഷെ ഇന്നലത്തെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ആ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ വഴിനീളെ വെയിലും കൊണ്ട് അല്ലെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് ഈ വളവിലും കാടിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് ഈ ഊതിപ്പിക്കാൻ നിൽക്കുന്ന പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് എന്നാ കാര്യത്തിനാ? അവർ രാത്രി കപ്പ പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു അപകടം ഒഴിവാക്കുക. മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. കാരണം മദ്യമാണ് നമ്മളെ പിന്നെ നിയന്ത്രിക്കുന്നത്. അത്രയും വലിയ റൂൾസ് ഇവിടെ എഴുതപ്പെട്ട് ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ പണിഷ്മെൻറ്റും കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിനെ സിമ്പിളാണ്, അയ്യോ അത് പോലീസുകാരൻ്റെ മോളെ ചക്കര എന്നൊക്കെ വിളിച്ചു, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല ഗൈസ്, അത് അത്ര വലിയ പ്രശ്നമില്ല ഗൈസ് എന്ന് എത്ര വന്ന് വള ഇങ്ങനെ മെഴുകി പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്.
പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, അത് വലിയ ഇങ്ങനെ അതായത് ഒരു മർഡർ കേസ് പോലെ ഒന്നും അല്ല. എങ്കിൽ പോലും ചെറുപ്പക്കാരിലേക്ക് മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇരിക്കുക. ആ ഒരു സ്കില്ല് അത്ര വലിയ മിടുക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ഇനി നിങ്ങൾ അത് ചെയ്യരുത് എന്നുള്ളത് പറയാനുള്ള കടമ ധന്യയ്ക്കുണ്ട്. അത് ധന്യയുടെ ഉത്തരവാദിത്തമായിരുന്നു. മറ്റുള്ളവർ വന്നിരുന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ധന്യ ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിൽ ചെറുപ്പക്കാരിലേക്ക് അത് എത്തുമായിരുന്നു. നേരെ മറിച്ച് അതായത് എന്തോ ഈ പത്മവിഭൂഷണൊക്കെ കിട്ടിയതുപോലെയാണ് ധന്യ വന്നിരുന്ന് സംസാരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നത്. രക്ഷിക്കാൻ വല്ല MVD മാരും വന്നായിരുന്നോ? ഒരു വാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച രക്ഷിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഈ ആഴ്ച മറ്റാരെങ്കിലും രക്ഷിക്കാൻ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് വന്ന് അങ്ങ് ചോദിച്ചു എന്നേ ഉള്ളു കേട്ടോ.